ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതി ക്രമക്കേടിൽ തുക തിരിച്ചടയ്ക്കാൻ നോട്ടീസ് നൽകി പഞ്ചായത്ത് സെക്രട്ടറി. എന്നാൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ ജോലിയിൽ നിന്നും പിരിച്ചുവിടണമെന്നും വിജിലൻസ് അന്വേഷണം വേണമെന്നുമാണ് LDF ആവശ്യപ്പെടുന്നത്. കഞ്ഞിക്കുഴിയിലെ മർച്ചന്റ് അസോസിയേഷൻ 2016 നിർമ്മിച്ച കിണർ ചൂണ്ടിക്കാണിച്ച് തൊഴിലുറപ്പ് ഓവർസിയറുടെ ബന്ധുവിന് 73,000 രൂപ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൽകി എന്നാണ് പരാതി ഉയർന്നിരുന്നത്. ഈ തുക പലിശ സഹിതം തിരിച്ചടയ്ക്കാൻ നോട്ടീസ് നൽകിയതായാണ് പഞ്ചായത്ത് സെക്രട്ടറി പറയുന്നത്. കിണർ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് വ്യക്തമായ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ നേരിട്ട് പോയി അന്വേഷിച്ചതാണ്. ആയതുകൊണ്ട് തന്നെ അവരോട് പണം പലിശ സഹിതം തിരിച്ചടയ്ക്കാനായിട്ട് കത്ത് കൊടുത്തിട്ടുണ്ട്. അത് പലിശ സഹിതം തിരിച്ച് അടച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും മേൽ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. അത് തന്നെയല്ല ബന്ധപ്പെട്ട ഓവർസിയർക്കും എയ്ക്കും മെമ്മോ കൊടുത്തിട്ടുണ്ട്. അത് സംബന്ധിച്ച് അവർക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കണമെന്നോ തീരുമാനിക്കാൻ വേണ്ടി ഈ വിഷയം അജണ്ടയായിട്ട് തൊട്ടടുത്ത ജനറൽ കമ്മിറ്റിയിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നാൽ പണം തിരിച്ചടപ്പിച്ച് രക്ഷപ്പെടാമെന്ന് കരുതണ്ടെന്നും കുറ്റക്കാരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണമെന്നും വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നുമാണ് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ CPIM നേതൃത്വം പറയുന്നത്. ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ തൊഴിലുറപ്പ് രംഗത്ത് അല്ലാത്ത കിണറിൻ്റെ പേരിൽ തൊഴിലുറപ്പിന് പണം തട്ടിയ കേസിൽ പഞ്ചായത്ത് ഭരണസമിതിയും സെക്രട്ടറിയും അടക്കം ഇതിന് ക്രമക്കേട് കാണിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ തക്കതായ നിയമ നടപടി സ്വീകരിക്കാതെ പണം തിരിച്ചടച്ചുകൊണ്ട് ഈ പ്രശ്നത്തെ ഒതുക്കി തീർക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് കാരണക്കാരായിട്ടുള്ള തൊഴിലുറപ്പ് വിങ്ങിലെ എയ്ക്കെതിരെയും ഓവർസിയർക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കുകയും അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന നിലപാടാണ് സ്വീകരിക്കേണ്ടത്. അല്ലാത്തപക്ഷം CPIMൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ വലിയ സമര പരിപാടികൾക്ക് കഞ്ഞിക്കുഴി പഞ്ചായത്തിലേക്ക് നേതൃത്വം കൊടുക്കുന്നതായിരിക്കും. വർഷങ്ങളായി UDF ഭരിക്കുന്ന കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ മുൻ കഞ്ഞിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ ഷീബ ജയന്റെ മകളും യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി മകേഷിന്റെ ഭാര്യയുമായ അഞ്ജലിയാണ് തൊഴിലുറപ്പ് ഓവർസിയറായി ജോലി ചെയ്യുന്നത്. ഇവരുടെ ബന്ധുവിൻ്റെ പേരിലാണ് കഞ്ഞിക്കുഴി മർച്ചന്റ് അസോസിയേഷന്റെ ഉടമസ്ഥതയിലുള്ള കിണർ ചൂണ്ടിക്കാണിച്ച് പണം മാറിയെടുത്തത്. കൈരളി ന്യൂസ്, ഇടുക്കി.